ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. 100 മില്യൺ പൗണ്ട് കോമ്പൻസേഷൻ ആവശ്യപ്പെട്ട് UK ഹൈക്കോടതിയിൽ നടക്കുന്ന ആസ്ട്രാസെനക്കയ്ക്കെതിരെയുള്ള കേസിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആസ്ട്രാസെനക്കയും യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡും ചേർന്ന് 2021 കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ വാക്സിൻ സ്വീകരിച്ചത് മൂലം ഡെത്ത് അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറി ഉണ്ടായെന്ന് ക്ലെയിം ചെയ്ത് 100 മില്യൺ പൗണ്ട് കോമ്പൻസേഷൻ ആവശ്യപ്പെട്ട് ഏതാണ്ട് 51 കേസുകളാണ് UK ഹൈക്കോടതിയിൽ നടക്കുന്നത്. ഇതിനനുബന്ധമായാണ് ഈ വാക്സിൻ സ്വീകരിച്ചവർക്ക് TTS, അതായത് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്നൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാകാമെന്ന് ആസ്ട്രാസെനക്ക വെളിപ്പെടുത്തുന്നത്. ഇത്രയും വലിയ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കുറയുകയും അതുപോലെ തന്നെ ഞരമ്പുകളിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയും ചെയ്യപ്പെടുന്നതിനെയാണ് TTS എന്ന് പറയുന്നത്. ആസ് ആൻ ഇന്ത്യൻ UK നടക്കുന്ന ഈ ഒരു കേസിന് എന്ത് സിഗ്നിഫിക്കൻസ് ആണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പറയാം. 2020 കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ ഇവിടെയും കോവിഡ് വാക്സിനുകൾ അവൈലബിൾ ആയി തുടങ്ങിയിരുന്നു. മെയിനായിട്ട് 2 കമ്പനികളുടെ വാക്സിൻ ആയിരുന്നു നമുക്ക് ഇന്ത്യൻ പബ്ലിക്കിന് അവൈലബിൾ ആയിരുന്നത്. അതിലൊന്ന് ഭാരത് ബയോടെക്കും ICMRും ചേർന്ന് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത കോവാക്സിൻ ആണ്. രണ്ടാമത്തത് അദർ പൂനാവാല ഹെഡ് ചെയ്യുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ആസ്ട്രാസെനക്കയും ചേർന്ന് ഡെവലപ്പ് ചെയ്ത കോവിഷീൽഡും. ഈ 2 കമ്പനികളുടെ വാക്സിൻ അവൈലബിൾ ആയിരുന്നെങ്കിലും എനിക്ക് കോവിഷീൽഡ് അല്ലെങ്കിൽ കോവാക്സിൻ വേണമെന്ന് പറയാനുള്ള റൈറ്റ് ഇന്ത്യൻ പബ്ലിക്കിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അഡ്മിനിസ്റ്റർ ചെയ്തിരുന്ന വാക്സിനുകളാണ് ഇന്ത്യൻ പബ്ലിക് യൂസ് ചെയ്തിരുന്നത്. മറ്റേതൊരു വാക്സിനെയും പോലെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ഫീവർ അല്ലെങ്കിൽ ബോഡി പെയിൻ തുടങ്ങിയ സിംറ്റംസുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എങ്കിലും ഡെത്ത് അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറിക്ക് കാരണമാകുന്ന TTS പോലെയുള്ള സൈഡ് എഫക്ട്സുകൾ കോവിഡ് വാക്സിനുകൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ആർക്കും അറിവുണ്ടായിരുന്നില്ല. ആ ഒരു വെളിപ്പെടുത്തലാണ് ആസ്ട്രാസെനക്ക ഈ കേസിനനുബന്ധമായി UK നടത്തിയിരിക്കുന്നത്. അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ആസ്ട്രാസെനക്കയുടെ ഈ ന്യൂസ് നമ്മൾ ഇന്ത്യൻ ശ്രദ്ധിക്കുന്നത് കോവിഡ് സർട്ടിഫിക്കറ്റുകളിൽ നിന്നും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഫോട്ടോ നീക്കം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ്. ലോക്സഭാ ഇലക്ഷനോടനുബന്ധമായി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലനിൽക്കുന്നതിനാലാണ് ഈ ഫോട്ടോ നീക്കിയതെന്ന് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയും ആസ്ട്രാസെനക്കയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കോവിഡ് സർട്ടിഫിക്കറ്റുകളിൽ നിന്നും നീക്കം ചെയ്യുന്നത്. കോവിഡ് വാക്സിൻ എടുത്തത് മൂലം ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കുറയുകയും അതിനോടൊപ്പം തന്നെ ഞരമ്പുകളിൽ ബ്ലഡ് ക്ലോട്ട് ആവാനും ചാൻസ് ഉണ്ടെന്ന് ആസ്ട്രാസെനക്ക വെളിപ്പെടുത്തിയല്ലോ. എങ്കിൽ തന്നെയും കോവിഡ് വാക്സിൻ എടുത്തതിന് ഉടനെയുള്ള 2-3 മാസങ്ങൾക്കുള്ളിലാണ് ഇതിന് ചാൻസ് കൂടുതൽ. അതും 7 in a million, അതായത് 10 ലക്ഷത്തിൽ 7 പേർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ്. അതുകൊണ്ട് തന്നെ ആസ്ട്രാസെനക്കയുടെ വെളിപ്പെടുത്തൽ കേട്ട് പാനിക് ആവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും UK കോർട്ടിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ ഡെത്ത് അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറീസ് കോവിഡ് വാക്സിൻ എടുത്തത് മൂലമാണ് ഉണ്ടായതെന്ന് ക്ലെയിം ചെയ്ത് കോമ്പൻസേഷൻ ആവശ്യപ്പെട്ട് ഇന്ത്യൻ സുപ്രീം കോടതിയിലും ഇപ്പോൾ തന്നെ കേസുകൾ എത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കാവുന്ന മറ്റൊരു കാര്യം, ഭാരത് ബയോടെക് ഡെവലപ്പ് ചെയ്ത കോവാക്സിന്റെ മേന്മ അറിയിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ ഭാരത് ബയോടെക്കും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.